चुपके से चुपके से रात की चादर तले चांद की भी आहट ना हो, बादल के पीछे चले जले खतरा खतरा. അപ്പോൾ ഞാൻ ഇന്നലെ പറയാനൊരു കാര്യം പറയാൻ വന്നതായിരുന്നു. പക്ഷെ ഇന്നലെ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പേരെ കണ്ടു. ക്യാൻസർ വന്നിട്ട് ഭയങ്കര പേടിച്ചിട്ട് കൂടുതൽ അസുഖങ്ങൾ നമ്മൾ വാങ്ങി വെക്കും. നമ്മൾ ക്യാൻസറിനെ ഒരിക്കലും പേടിക്കരുത്. ക്യാൻസർ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ കൂടെയുള്ള മനുഷ്യരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഞാനൊക്കെ നേരിട്ടിട്ടുള്ളത് ക്യാൻസർ ടൈമിൽ ഒരുപാട് റിജക്ഷൻസ്, അങ്ങനെ റിജക്റ്റഡ് ആയി. പിന്നെ തനിച്ചായിരുന്നു. പക്ഷേ ചെറിയ ക്യാൻസർ ആയിരുന്നു. നമ്മൾ ഈ ഒറ്റപ്പെടുമ്പോൾ ആരും പേടിക്കരുത്. ദൈവം നമ്മളെ ഒറ്റപ്പെടുത്തുന്നതാണ് ഉയർത്താൻ വേണ്ടിയിട്ട്. ഒറ്റപ്പെടുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചോ, നമ്മൾക്കൊരു ഉയർച്ച വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഒറ്റപ്പെടുത്തി സേവ് ചെയ്യുന്നതാണ്. ആ സമയത്ത് ഒരുപാട് നന്മകൾ വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, അത് ക്യാൻസർ വന്നാൽ ആരും പേടിക്കേണ്ട. നമുക്ക് ഐ തിങ്ക് ഡയബറ്റീസിൻ്റെ അത്ര ഭീകരമല്ല. ലൈഫ് ലോങ് ചുമക്കണമല്ലോ. ഇപ്പോൾ വരുന്ന പാർട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ കീമോ ചെയ്തു, നമ്മൾ RCC പോയി അല്ലെങ്കിൽ കൺസൾട്ട് ഹോസ്പിറ്റലിൽ പോയി അവർ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തു, അത് നമ്മൾ ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആ പാർട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാം. പിന്നെ അതിന് ബിഫോർ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു കാർഡിയാക് കൺസൾട്ട്, ഒരു അനസ്തേഷ്യ കൺസൾട്ട് ഇതൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ ഈ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന ആരെങ്കിലും, ലൈക്ക് എനിക്ക് RCCയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് തനിയെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് മൈനസുകൾ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ചെറിയതാണ് എനിക്ക് വന്നത്, പക്ഷേ ദർ വാസ് നോബഡി വിത്ത് മീ. പിന്നെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ RCC ദിനങ്ങൾ ലൈക്ക് ഒരു 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 ഹോളിഡേ മൂഡിലായിരുന്നു. എനിക്കൊരിക്കലും പെയിനും ഫീൽ ചെയ്തില്ല. മേ ബി അത് എക്സ്പെർട്ട് ഡോക്ടേഴ്സിൻ്റെ RCC ഡോക്ടേഴ്സിൻ്റെ ആയിരിക്കാം. പക്ഷേ ഞാൻ അഡോപ്റ്റ് ചെയ്ത കുറേ ടെക്നിക്കുകളുണ്ട്. അങ്ങനെ ഇപ്പം ലൈക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു, വോമിറ്റിംഗ് സെൻസേഷൻ വരും. അപ്പോൾ ഞാൻ മുല്ലപ്പൂ വെക്കും. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ആ സ്മെല്ലോട്ട് മതി, ഞാൻ വോമിറ്റ് ചെയ്തില്ല. ഇങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ക്യാൻസർ യാത്രയായിരുന്നു എൻ്റേത്. അപ്പോൾ ആരെങ്കിലും മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ മെസ്സേജ്, നിങ്ങളുടെ കൂടെ ആ യാത്രയിൽ വരണം എന്നുണ്ടെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ബൈ ബൈ.